ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാദ് നിലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി തുടർച്ചയായ 4 ദിവസത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്ലസിൽ ക്ലോസ് ചെയ്യുന്നത് ഇന്നത്തോടെ കൂടിയിട്ട് അവസാനിച്ചു. എങ്കിലും നിഫ്റ്റി 25,500 മുകളിൽ തന്നെയാണ് നമുക്ക് ഇന്ന് ക്ലോസിങ് കിട്ടിയത്. 121 പോയിന്റ് നിഫ്റ്റിയും ഏകദേശം ഒരു 500 പോയിന്റ് അടുത്തും സെൻസെക്സും ഇന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി ഇടിഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി ഒന്നും ഇടിഞ്ഞിട്ടില്ല. 121 പോയിന്റ് മാത്രമാണ് ഇടിഞ്ഞിട്ടുള്ളൂ. കൂടാതെ തന്നെ മിഡ് ക്യാപ്പ് സെക്ടർ ഇന്ന് പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇന്ന് ഇടിവിന് കാരണമായത് പ്രധാനമായിട്ടും നമുക്ക് 2 കാരണങ്ങൾ വേണമെങ്കിൽ പറയാം. ഒന്ന്, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഡേറ്റ വന്നു. 1.2% ആണ്. അത് 8 മന്ത് ലോവിലാണ് എന്നുള്ളത് ഉള്ള ഒരു എക്കണോമിക് പരമായിട്ടുള്ള കാര്യം. ഇനി സെക്ടർ വൈസ് ആയിട്ട് കാര്യം ഉള്ളത്, ഇന്ന് ഹീറോ മോട്ടോ കോർപ്പും മാരുതി പോലുള്ള സ്റ്റോക്കുകൾ ഇടിവിലായിരുന്നു. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം ABS അത് സ്ട്രിക്റ്റൻ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ്. അതായത് ഈ ABS വേണമെന്നുള്ള രീതിയിൽ ഗവൺമെൻറ് പറഞ്ഞു. ഇത് ഈ കാറ് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സെക്ടറുള്ള കമ്പനികളുടെ ഈ ഇൻപുട്ട് കോസ്റ്റ് കൂടിയേക്കാം എന്നുള്ള ആ ഒരു ഫിയർ കൊണ്ടാണ് ഇന്ന് ഹീറോ മോട്ടോ കോർപ്പും മാരുതി പോലെയുള്ള കമ്പനീസ് ഫോളോ ആയത്. നിഫ്റ്റി 50-ൽ ആ ഒരു കമ്പനി കാരണം നിഫ്റ്റി ഇടിഞ്ഞു വന്നാൽ ബാങ്കിങ് മേഖലയിലോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് മേഖലയിലോ ഒന്നും തന്നെ ആ ഒരു ഫിയർ കണ്ടില്ല. കൂടാതെ ഗ്ലോബൽ മാർക്കറ്റിലും ഇപ്പോൾ വരെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പ്രശ്നങ്ങളില്ല ഇൻ ദ സെൻസ് പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും തന്നെ കണ്ടിട്ടില്ല. US മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച പോലെ തന്നെ ഈ ആഴ്ചയും 4 ദിവസമാണ് US പ്രവൃത്തി ദിവസങ്ങളുള്ളത്. ഒരുപാട് ഇവൻറ്റുകൾ എല്ലാം തന്നെ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ വീണ്ടും അതിലേക്ക് നമ്മൾ പോകുന്നില്ല, നേരെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും താഴെ കാണാം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡ് ആയിട്ടൊരു അവസ്ഥയിലാണ്. ഇന്ത്യ വിക്സ് ഇന്നൊരു 2.8% സ്പൈക്ക് ചെയ്ത് 12.7. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ജപ്പാൻ മാർക്കറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പോസിറ്റീവാണ്. കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. ഗോൾഡ് ഇന്ന് $7 പെർ ഔൺസിന് ഉയർന്ന ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമതാണ്. $3,281 എന്ന നിലയിലാണ്. ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ 478 പോയിൻറ്റിൻ്റെ മാത്രം ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടിയിട്ട് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ തിങ്കളാഴ്ച ദിവസം ഓട്ടോ സെക്ടറിൽ നിന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കാരണം കുറച്ച് ഓട്ടോ സ്റ്റോക്കുകൾ ഇടിഞ്ഞു. കൂടാതെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ 8 മന്ത് ലോയിലാണെന്നുള്ള വാർത്ത കാരണം എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ അതൊരു നെഗറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. FISും DISും കനത്ത രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം, ഇപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് ഈ ഒരു മാസം ജൂൺ മാസം തീർന്നു. ഈ മാസവും കഴിഞ്ഞ മാസവും കൂടി FIS ഇന്ത്യൻ മാർക്കറ്റിൽ 70,000 കോടി രൂപ ഈ 2 കൺസിസ്റ്റൻ്റ് ആയിട്ട് 2 മാസവും ബൈ ചെയ്തു. അതിനു മുമ്പുള്ള മാസം ബൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത്ര വലിയ ഫിഗറിൽ ബൈ ചെയ്തത് DIS ആദ്യമായിട്ടാണ്. FIS ആണെങ്കിൽ കഴിഞ്ഞ 4 മാസം തുടർച്ചയായിട്ട് മന്ത്ലി അടിസ്ഥാനത്തിൽ ബയേഴ്സാണ്. ഭീകര ഫിഗറൊന്നും ഇല്ലെങ്കിൽ കൂടിയും ബയേഴ്സ് ആണെന്നുള്ളത് അതും ഗുണകരമാണ്. നിഫ്റ്റി അങ്ങനെ ഓൾ ടൈം ഹൈയിലേക്ക് അങ്ങനെ പെട്ടെന്ന് ഓടി ചാറി കയറാനായിട്ട് പറ്റില്ലല്ലോ. അതിന് ഓരോ ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് ലെവലുകളെല്ലാം തന്നെ റെസ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് നിഫ്റ്റി പോകുന്നത്. അങ്ങനെ ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെയധികം സമീപത്ത് നിഫ്റ്റി എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ട്രംപിൻ്റെയൊക്കെ ആ ഒരു സിനാരിയോയിൽ, ആ ഒരു താരിഫ് ഹൈക്കിൻ്റെ ഫസ്റ്റ് ഫേസിൽ ഇനി ലോകം അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ഇനിയും താഴേക്ക് പോകുമോ, ഈ നിഫ്റ്റിയുടെ കുതിപ്പിന് ഒരു വിരാമമായോ എന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞു. അതേ ആളുകൾ തന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും മാറ്റി പറഞ്ഞു, ഇതല്ല നിഫ്റ്റി ഇനി മുന്നോട്ടാണെന്നുള്ള രീതിയിൽ. മാർക്കറ്റിൽ പൊതുവേ സ്റ്റോക്ക് ന്യൂസിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കാട് കയറുന്നില്ല. പൊതുവെ മാർക്കറ്റിൽ ഈ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് അത്ര ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഒരു കിടപ്പ്. ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് മുന്നോട്ട് പോകും. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 ശക്തിയുള്ള ആളുകളാണ് FISും DISും. മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് അവർ തന്നെയാണ് ഒരു പരിധിയിൽ പറയുകയാണെങ്കിൽ. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ്, അതല്ലെങ്കിൽ കമ്മോഡിറ്റി കോഴ്സ്, ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ക്രിപ്റ്റോ ട്രേഡിംഗ് എല്ലാം തന്നെ നമ്മൾ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്, ഓഫ്ലൈനായിട്ട് പഠിക്കുന്നുണ്ട്. കൊച്ചിയുടെ നമ്മൾ ഓഫീസാണ് ഓഫ്ലൈനുള്ളത്. ഓൺലൈനായിട്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്നാലും നിങ്ങൾക്ക് പഠിക്കാം. ഫസ്റ്റ് കമൻറ്റ് നമ്പർ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യമുള്ളത്
ടോറൻറ്റ് ഫാർമയാണ്. ടോറൻറ്റ് ഫാർമ JB ഫാർമേനെ അക്യൂർ ചെയ്യുന്നു എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. സ്റ്റേക്കാണ് അക്യൂർ ചെയ്യുന്നത്, പൂർണ്ണമായിട്ടല്ല സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നുണ്ട്. സിംഗാച്ചി ഇൻഡസ്ട്രീസ് കമ്പനി ഇന്ന് 11% ഒരു ഫോള് കണ്ട ഒരു സ്റ്റോക്കാണ്. ഇവരുടെ തെലങ്കാനയിൽ ഉള്ള ഒരു പ്ലാന്റിൽ ഫയർ ആക്സിഡൻറ്റ് ഉണ്ടായി എന്നുള്ള കാരണം കൊണ്ടാണ് 11% ഇടിവ് രേഖപ്പെടുത്തിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് കമ്പനി 15 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. 21 ഓഗസ്റ്റാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഉള്ളത്. റൈമണ്ട് കമ്പനി റൈമണ്ട് റിയാലിറ്റി IPOയിലൂടെ ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡീമേർജുകളെല്ലാം തന്നെ ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ട് റൈമണ്ട് 14% ഒരു സ്പൈക്ക്. HCL ടെക് കമ്പനി IT കമ്പനിയാണ്. AI കൊളാബ് ചെയ്യാനായിട്ട് കമ്പനി ഓപ്പൺ AI ആയിട്ട് അവർ ധാരണയായി എന്നുള്ള ന്യൂസാണ്. ITA കമ്പനി ഇന്ന് BSNLൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, 1901 കോടി രൂപയുടെ ഓർഡർ. ഹപ്റ്റൺ കമ്പനി അവർ റയറ രജിസ്ട്രേഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ട് പുതിയ പ്രൊജക്റ്റിൻ്റെ. KSP കമ്പനി ഇവർ ബോയിലർ ഓർഡർ L&Tയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. തങ്കമയിൽ ജ്വല്ലേഴ്സ് കമ്പനി ചെന്നൈയിൽ അവർ 2 സ്റ്റോറുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഐഡിയ കമ്പനി 5G സർവീസ് 23 സിറ്റീസിൽ കമ്പനി ഓപ്പൺ ചെയ്യുകയാണ്. മാഗ്നം ഐസ്ക്രീം കമ്പനി ക്വാളിറ്റി ഐസ്ക്രീമിൽ മേജർ സ്റ്റേക്ക് അക്യൂർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. NCC കമ്പനി ജൂൺ മാസത്തിൽ ഇവരുടെ ഓർഡർ 16,000 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. റിലയൻസ് ഇൻഫ്ര കമ്പനി US-ലുള്ള കോസ്റ്റൽ മെക്കാനിക്കായിട്ട് ധാരണയായിട്ട് 20,000 കോടി രൂപയുടെ ഡിഫൻസ് ഓർഡറുകൾ ചെയ്യാൻ ഈ 2 കമ്പനീസും ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് ഏർപ്പെട്ടു. AU സ്മോൾ ഫിനാൻസ് ബാങ്ക് LIC ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇൻഷുറൻസ് എല്ലാം തന്നെ സെല്ല് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി. HEC ഇൻഫ്ര കമ്പനി അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഓർഡർ ലഭിച്ചു. ഡൈനാമിക് കേബിൾ കമ്പനി ഇവരുടെ പ്ലാന്റ് നവീകരിക്കുകയാണ്, 35 കോടി രൂപ മുടക്കി. പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്താനാണ് പദ്ധതി. LTTS കമ്പനി തൈസൺ കുറുപ്പായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കരാറിൽ ഏർപ്പെട്ടു. ആനന്ദ് രാജ് കമ്പനി അവർ $2 മില്യൺ ഡാറ്റാ സെൻറ്റർ ചെയ്യാനായിട്ട് കമ്പനി എമൗണ്ട് സ്പെൻഡ് ചെയ്യുകയാണ്. മർക്കൻസ് ഫാർമ കമ്പനി അവർക്ക് പുതിയൊരു ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ ഡേറ്റാ സെൻറ്ററുകൾ ഓപ്പൺ ചെയ്യാനായിട്ട്, അതല്ലെങ്കിൽ പല പല കമ്പനീസും AIക്ക് വേണ്ടിയെല്ലാം തന്നെ വളരെ ഭീമമായിട്ടുള്ള എമൗണ്ടാണ് ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ ചിന്താ വിഷയമാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ മൊബൈൽ എന്ന് പറയുന്ന ഒരു ഡിവൈസ് നമ്മൾ ഉറങ്ങുന്നത് സമയം ഇവർക്ക് നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഉറങ്ങാതെ ഇരിക്കാനായിട്ട് ഇവർ പല പല പരീക്ഷണങ്ങൾ നടത്തുകയാണ്. അതായത് നമ്മൾ എൻഗേജ് ചെയ്ത് ഇരിക്കാനായിട്ട്. നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള കമ്പനീസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസേഴ്സ് ഉറങ്ങുമ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ യൂസേഴ്സിനെ എൻഗേജ് ചെയ്ത് നിർത്താനായിട്ട് ഇവർ പല 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 കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ആളുകളെല്ലാം തന്നെ, എല്ലാ ജനറേഷനും, ഒരു പ്രത്യേക ജനറേഷനൊന്നും പറയുന്നില്ല, ഒട്ടുമിക്ക ആളുകളും ഓൾമോസ്റ്റ് 7 hours മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുവഴി ഈ കമ്പനീസിനെല്ലാം തന്നെ വാർഷികാടിസ്ഥാനത്തിലെല്ലാം തന്നെ ഭീമമായ റുപ്പീസാണ് അവർ നമ്മൾ വഴി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, നമ്മൾ ഇതിൻ്റെ ഉപഭോക്താക്കളായിട്ട്, അതായത് ഇത് റീൽസ് കണ്ടിരിക്കാം, അതല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് റീൽസ് ഇട്ടിട്ട് കാശ് ഉണ്ടാക്കാം. മൊബൈൽ എന്ന് പറയുന്ന ഡിവൈസ് ഇന്നത്തെ കാലത്ത്, മൊബൈൽ മാത്രമല്ല എല്ലാ ഡിവൈസും ഇന്നത്തെ കാലത്ത് നമ്മൾ അതിൻ്റെ ഉപഭോക്താക്കൾ ആകുന്നതിന് പകരം നമ്മൾ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ആവുക, അതിലേക്ക് കോണ്ടൻറ്റ് നമ്മൾ ഇട്ട് ഇങ്ങോട്ട് കാശ് വാങ്ങുന്ന ആളുകളാവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു ഓൾ.